റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഇപ്പോൾ ദുരന്തമുഖത്തും നമ്മോടൊപ്പം ചേരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. എന്താണ് ദുരന്തം ഉണ്ടായത്? അതിവേഗം ഇനി ആളുകളെ രക്ഷിച്ചെടുക്കുകയും ഇതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റിയോടുകൂടി മറ്റു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക എന്ന ചുമതല വഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെ ഞങ്ങൾ മന്ത്രിമാരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു ഇതിനിടയിലുണ്ടായ ഒരു ചെറിയ മുന്നേറ്റം, നമുക്ക് ഹെലികോപ്റ്റർ നേരത്തെ രാവിലെ മുതൽ സുളുവിൽ നിന്ന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടും ഹെലി ലിഫ്റ്റിങ്ങിന് സാധ്യമല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ഹെലി സംവിധാനത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള കാലാവസ്ഥയുണ്ടെന്നുള്ളതുകൊണ്ട് ഈ ഘട്ടത്തിൽ വരണമെന്ന ആവശ്യം ഇപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ അക്കരെയുള്ള 4 കേന്ദ്രങ്ങളിൽ നിന്ന്, അതായത് റിസോർട്ട്, ബംഗ്ലാവ്, പിന്നെ മസ്ജിദ് ഉൾപ്പെടെയുള്ള 4 കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ റോപ്പിലൂടെയാണ് കടത്തിയിരുന്നത്. അത് വളരെ സമയമെടുക്കുന്നു എന്നുള്ള പ്രശ്നം ഉണ്ടായപ്പോഴാണ് നമ്മുടെ കണ്ണൂരിൽ നിന്നെത്തിയ 2 DSC യൂണിറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സും നിലവിലുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ഒരു താൽക്കാലിക പാലം എന്ന ആശയത്തിലേക്ക് വന്നത്. താൽക്കാലിക പാലം ഇപ്പോൾ യാഥാർത്ഥ്യമായി. അതോടുകൂടി അപ്പുറം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയും. ഇന്ന് രാത്രി ആളുകൾ പാനിക്കായി പോവാതിരിക്കാൻ അവരുടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം നിറവേറ്റിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. അതേതാണ്ട് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ തന്ന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുക. ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ, വലിയൊരു നമ്പർ മന്ത്രിമാർ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നല്ലതുപോലെ, ദുരന്ത നിവാരണ സംവിധാനങ്ങളെല്ലാം നല്ലതുപോലെ ഒരുക്കിയിട്ടുണ്ട്. ആളുകളോട് ഞങ്ങളുടെ അഭ്യർത്ഥന എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനാവശ്യമായിട്ടുള്ള ആളുകൾ ഇവിടെ നിന്നൊന്ന് മാറി തന്ന് സഹായിക്കണം. വാഹനങ്ങൾ പരമാവധി മാറ്റണം. ആംബുലൻസിനുൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് രക്ഷാപ്രവർത്തനം രാത്രി നടത്താൻ കഴിയുമോ? അല്ല, രാത്രി നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചതിനനുസരിച്ച് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഉൾപ്പെടെ നമുക്ക് വലിയ തരത്തിലുള്ള ലൈറ്റുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആസ്ക ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് നല്ല വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വാഹനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുഴ കടത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ 5 മണിക്ക് സാധാരണ ഹെലി ലിഫ്റ്റിംഗ് ഒന്നും തുടരാൻ പറ്റാത്തതാണ്. എന്നാലും പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതും അങ്ങനെ നടപ്പിലാക്കും. അല്ല, അത് നമ്മളിപ്പോ ആളുകളെ റെസ്ക്യൂ ചെയ്തെടുക്കുന്നത് ഒരു പ്രത്യേക കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. തീർത്തും അസുഖകാരികളായ ആളുകൾ, വയസ്സ് കൂടുതലുള്ള ആളുകൾ, തീരെ സേഫ് അല്ലാത്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ, സ്ത്രീകൾ, ഗർഭിണികൾ, കുട്ടികൾ, ആ വിധത്തിൽ അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അവർ തീരുമാനിക്കും. അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി 15 കിലോമീറ്ററോളം ദൂരമാണ് ഉരുൾപൊട്ടലിന്റെയാണ്. എവിടെ എങ്ങനെ എന്തൊന്നും ആർക്കും അറിയാത്തൊരവസ്ഥയുണ്ട്. ശരിക്കും വലിയൊരു പ്രതിസന്ധിയല്ലേ മുന്നിൽ കാണുന്നത്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ, സമീപ ഭൂതകാലത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ പേടിച്ച് പുറകോട്ട് മാറുകയല്ല, നമുക്ക് എല്ലാവർക്കും കൂടി, രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായ എല്ലാവർക്കും കൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉള്ള ചുമതല. മന്ത്രിമാർ തന്നെ ക്യാമ്പ് ചെയ്ത് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് തന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം വിളിച്ചു പറയുന്നതാണ്. രാത്രി വൈകിയാലും ഈ രക്ഷാപ്രവർത്തനം കഴിയും വിധം സാധ്യമാക്കുമെന്ന് തന്നെയാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും CV അനുമോദ്, ന്യൂസ് 18. തീർച്ചയായും വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് മന്ത്രി കെ രാജന്റേത്. രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കും എന്ന സാധ്യതകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അസ്ക ലൈറ്റ് ഉൾപ്പെടെ എത്തിച്ച് വെളിച്ചം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് അസ്ക ലൈറ്റ് ഒക്കെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം